എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മിൻസ്ഡ് മീറ്റ് വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ്. കീമ ബിരിയാണി എന്ന് പറയും. മിൻസ്ഡ് മീറ്റായിട്ട് നിങ്ങൾക്ക് ബീഫ് എടുക്കാം, ചിക്കൻ എടുക്കാം, പോർക്ക് എടുക്കാം. ഇഷ്ടമുള്ള ഏത് മീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നമുക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കിഡ്സിനും അതുപോലെ വലിയവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 സവാള സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് വരുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് മിക്സിയിലിട്ട് ചതച്ചതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല 1 ടീസ്പൂൺ. നന്നായിട്ട് പച്ചമണം മാറി വന്നാൽ ഒരു വലിയൊരു തക്കാളി ഇതിലേക്ക് ചേർക്കാം. ചെറുതാണെങ്കിൽ 2 തക്കാളി ചേർക്കാവുന്നതാണ്. പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈരാണ്. നല്ല കട്ട തൈര് ചേർക്കാം. പുളിയുള്ളതോ പുളിയില്ലാത്തതോ ഏതായാലും മതി, കുഴപ്പമില്ല. ഞാനിവിടെ ഗ്രീക്ക് യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1/2 കിലോ മിൻസ്ഡ് ബീഫിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാനീ പറയുന്നത്. തൈരും കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട പുതിനയില. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി മിൻസ്ഡ് മീറ്റ് ചേർക്കാം. ഞാനിവിടെ ബീഫാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ മിൻസ്ഡ് ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കനോ പോർക്കോ ഒക്കെ എടുക്കാവുന്നതാണ്. മിൻസ്ഡ് ബീഫ് നമ്മൾ കഴുകാറില്ല, കാരണം അത് അരച്ച ഇറച്ചിയാണ്. അത് വീണ്ടും കഴുകിയാൽ എല്ലാം അലിഞ്ഞു പോകും. അതുകൊണ്ട് കഴുകേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് ചോദിക്കുന്നൊരു കമൻറ്റാണ്. ഇനി ഇത് നമുക്ക് ചെറുതീയിലിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കാനായിട്ടൊരു 3-4 ലിറ്റർ വെള്ളം ഒരു വലിയൊരു പാത്രത്തിലെടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഇനി ഇതിലേക്ക് ഷാജീരകം, അതുപോലെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു തക്കോലം ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ് വാട്ടറും ചേർക്കുന്നുണ്ട്. റോസ് വാട്ടർ ഓപ്ഷണലാണ്. ഇനി 2 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 30 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. ബസ്മതി റൈസോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകശാല അരിയോ എടുക്കാവുന്നതാണ്. ബസ്മതി റൈസിൽ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ ഈ ബിരിയാണി നല്ലത്. 2 റൈസായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റൈസ് ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. അതിന് ഊറ്റി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പീസ് ബീഫിനെ പോലെ ഒരുപാട് വേവില്ല. ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കായി കിട്ടും. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്യുന്നത്. 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ പകുതി ഒന്നതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കുക. ഏത് പാത്രത്തിലാണോ നമ്മൾ ബീഫ് ഉണ്ടാക്കുന്നത് അതിൽ തന്നെ നമുക്ക് ദം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയില, പുതിനയില നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാം. ഞാനിവിടെ റൈസിൻസും അതുപോലെ കാഷ്യൂനട്ട്സും നെയ്യിലൊന്നും വറക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ വറക്കാം. പിന്നെ കുറച്ച് കുങ്കുമപ്പൂ പാലിൽ ചൂടാക്കിയതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഫ്രൈഡ് ഓണിയൻ നമ്മൾ ഇവിടെ വാങ്ങിച്ചതാണ്, അതും കൂടി ചേർത്തു. ബാക്കി റൈസും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ ഒരുപാട് ചേർത്തിട്ടും ഉണ്ടാക്കാം. ഹെൽത്തി ആയിട്ട് ഈ രീതിയിലും ഉണ്ടാക്കാം. ഇതിൽ നമ്മൾ ആകെ 1 ടീസ്പൂൺ നെയ്യാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മളിതിലാകെ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണയുടെ അളവ് നിങ്ങൾക്ക് വീണ്ടും കുറയ്ക്കാവുന്നതാണ്. ഇനി അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഭാരമുള്ളൊരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊരു 15 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം മുകളിലത്തെ റൈസൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. കൊച്ചുകുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്